ഹലോ, എൻ്റെ പേര് പി സത്യനാരായണൻ. ഞാൻ ഇന്നിവിടെ സ്റ്റാക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ സ്റ്റാക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇനി എന്ത് ഡേറ്റ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. അപ്പം അത് അറയാണ് ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്നത്. ലിങ്ക് ലിസ്റ്റ് നമുക്കിനി ഭാവിയിലുള്ള വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്കും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ആദ്യം എന്താണ് അറേ എന്ന് നമ്മൾ അറിയണം അല്ലേ? ഓക്കെ, നമുക്കതിലേക്ക് കിടക്കാം. Okay, array is a collection of data items, all of same data type, accessed using a common name. അതായത് array എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. അതിൻ്റെ എല്ലാം ഡേറ്റ ടൈപ്പ് സെയിം ആയിരിക്കും. അതെല്ലാം ഒരു കോമൺ നെയിം ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അറേ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമുക്ക് ഇനി അറേയുടെ അഡ്വാൻറ്റേജസും അറേയുടെ ഡിസഡ്വാൻറ്റേജസും അത് എങ്ങനെ ആ ഡിസഡ്വാൻറ്റേജസിനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നും പറയാം. ഓക്കെ, അപ്പം എന്താണ് അറേയുടെ അഡ്വാൻറ്റേജസ്? നമ്മൾ പറഞ്ഞു അറേ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു സ്റ്റോർ ചെയ്തിരിക്കുകയാണ്, സെയിം ഡേറ്റ ടൈപ്പ് ആയിരിക്കും, ഒരു കോമൺ നെയിമിലോ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അറേയിൽ നമുക്ക് എളുപ്പം സെർച്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് വിത്ത് ഇൻഡെക്സ് നമ്പർ ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് എലമെന്റിന്റെ പൊസിഷൻ എവിടെയാണെന്ന് അല്ലെങ്കിൽ എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, പിന്നെ നമുക്ക് മെട്രിക്സിനെ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അറേയിൽ വളരെ എളുപ്പമാണ്. ഓക്കെ, അതിൽ ഇംഗ്ലീഷ് ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടും കോംപ്ലിക്കേറ്റഡും ആയിരിക്കും. ബട്ട് അറേയിൽ 2 ഡയമെൻഷണൽ അറേ ഉപയോഗിച്ച് നമുക്ക് മെട്രിക്സിനെയൊക്കെ സുഖമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ആക്സസിങ് എളുപ്പമാണ്, ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ സെർച്ച് ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അറേയുടെ അഡ്വാൻറ്റേജസ്. ഇതുപോലെ തന്നെ അറേക്ക് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻസേർഷനും ഡിലീഷനും അറേയിൽ വളരെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്ര ഈസി അല്ല. അപ്പം അതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഡേറ്റ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയിൽ അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്കിനി ഭാവി വരുന്ന വീഡിയോയിൽ ലിങ്ക് ലിസ്റ്റ് എന്താണെന്നും ഇതെങ്ങനെ അതിനെ മീറ്റ് ചെയ്യുന്നെന്നും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അറേയുടെ സൈസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. അതാണ് ഒരു സ്റ്റാറ്റിക് ആണ് അറേ എന്ന് പറയുന്നത്, ഡൈനാമിക് അല്ല. ഓക്കെ, ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് MLOC, CLOC അതുപോലത്തെയുള്ള ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ഫങ്ഷൻസ് ഉപയോഗിച്ച് ഓവർകം ചെയ്യാം. പിന്നെ അറേ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. അതായത് നമ്മൾ അറേയുടെ ഡെഫിനേഷൻ തന്നെ പറഞ്ഞു, ഇതെല്ലാം ഒരേ ടൈപ്പിലുള്ള ഡേറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത് എന്ന്. അതായത് നമുക്ക് ഇൻറ്റിന്റെ കൂടെ ക്യാറും സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മളൊരു ഇൻറ്റിജർ അറേ ആണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നമുക്ക് കയറി ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അത് ബുദ്ധിമുട്ടെന്നല്ല, അത് പറ്റത്തില്ല. ഓക്കെ, പിന്നെ അറേ എന്ന് പറയുന്നത് എന്തുവാ? കണ്ടിന്യൂസ് ബ്ലോക്ക് ആയിട്ടായിരിക്കും, നമുക്ക് ഒരു 1 by 1 ആയിട്ടായിരിക്കും മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ അറേ എന്തുവാന്ന് പറഞ്ഞു, അറേയുടെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, അറേയുടെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു, ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്, അതായത് സ്റ്റാക്ക്. ഓക്കെ, അപ്പം സ്റ്റാക്ക് എന്താന്ന് നമുക്ക് സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചറിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. ഓക്കെ, സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. ഈ പോയിന്റ്സ് ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് ഫോളോ ചെയ്യുന്നത്. എന്താന്ന് നമുക്ക് പറയാം, ആഡഡ് ആൻഡ് റിമൂവ്ഡ് ഫ്രം ദ സ്റ്റാക്ക് ഓൺലി അറ്റ് ദ ടോപ്പിൽ കൂടെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒക്കെ പറ്റത്തുള്ളൂ. അപ്പൊ എന്തോ നമ്മൾ ഇപ്പൊ പറയാം, അതായത് ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊരു കണ്ടെയ്നറിനകത്ത് കുറച്ച് ഡിസ്ക് ഇട്ട് വെച്ചിരിക്കാന്ന് വെച്ചോ. ഡിസ്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇടുമ്പം ആദ്യം ഇടുന്ന കാര്യമായിരിക്കും ഏറ്റവും അവസാനം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനല്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെ അതേ സെയിം കാര്യം തന്നെയാണ് നമുക്ക് ഈ സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ കാണാം. അതായത് ഇപ്പം നമ്മളിപ്പം പോപ്പ് ചെയ്യുകയാണ്. പോപ്പ് ചെയ്യുമ്പം ടോപ്പിൽ നിന്ന് മുകളിൽ നിന്നാണ് എല്ലാം എടുക്കുന്നത്, ഡിസ്കിനെ മുകളിൽ നിന്നാണ് എടുക്കുന്നത്.
ഇതുപോലെ തന്നെ നമ്മൾ പുഷ് ചെയ്യുന്ന എന്തുവാ ആ ടോപ്പിക്കോടെ തന്നെയായിരിക്കും എടുക്കുന്നതും ടോപ്പിക്കോടെ തന്നെയായിരിക്കും. അതായത് ഒരു എക്സിറ്റ് പോയിന്റേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് അൽഗോരിതത്തിലേക്ക് വരുമ്പം കാണാം. ഓക്കെ, അൽഗോരിതം പുഷ്, അതായത് ഈഫ് നോട്ട് ഫുൾ, അതായത് ഇത് ഫുൾ അല്ല എങ്കിൽ ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്യുക, സ്റ്റാക്ക് ഓഫ് ടോപ്പ് ഡേറ്റ ആക്കുക. എന്തുവാ നമുക്കിപ്പം നോക്കാം. അതായത് ഇവിടെ ഇതിപ്പം എം ടി ആണെന്ന് കണ്ടോണം. ഓക്കെ, ഇത് എം ടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഡിലീഷൻ അവിടെ നിൽക്കട്ടെ, പുഷ് ചെയ്യുന്ന കാര്യമാകട്ടെ. ഓക്കെ, നമ്മൾ എന്തുവാ പറഞ്ഞത്, ഫുൾ ആയിരിക്കരുത്. ഫുൾ ആയാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എം ടി ആയാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. അതായത് നമ്മളിപ്പോൾ പുഷ് ചെയ്ത് ഓരോ എലമെന്റ് പുഷ് ചെയ്ത് ഫുൾ ആയി കഴിഞ്ഞാൽ, ഈ ഒരു സൈസ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് പറ്റത്തില്ല. അവിടെ നമുക്ക് ഇൻസേർഷൻ ഓപ്പറേഷൻ ബ്രേക്ക് ചെയ്യണം. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അഥവാ ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ, അതായത് ഫുൾ അല്ല എങ്കിൽ നമ്മൾ ടോപ്പിനെ ഓരോന്നോരോന്നായിട്ട് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഇൻക്രിമെന്റ് ചെയ്ത് സ്പോട്ടിലേക്ക് നമ്മൾ ഈ എലമെന്റിനെ കയറ്റി അങ്ങ് വെക്കുക. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ടോപ്പ് ഈസ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് 1, സ്റ്റാക്ക് ഓഫ് ടോപ്പ് ഈക്വൽ ടു ഡേറ്റ. ഇത് ട്രൂ ആയതുകൊണ്ട് റിട്ടേൺ 1. ഇപ്പൊ അൽഗോരിതം നമ്മൾ എഴുതേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അല്ല എങ്കിൽ റിട്ടേൺ -1. ബാക്കി നമുക്ക് പ്രോഗ്രാമിലേക്ക് റിട്ടേൺ -1 ചെയ്യുമ്പോൾ എന്ത് പ്രിന്റ് ചെയ്യണം ഒക്കെ നമുക്ക് അവിടെ ചെയ്യാം. ബട്ട് ഇപ്പൊ ഈ അൽഗോരിതം ഫോക്കസ് ചെയ്യുക. ഇതാണ് പുഷിന്റെ അൽഗോരിതം. അല്ലെങ്കിൽ സ്റ്റാക്കിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിനു വേണ്ട ഒരു അൽഗോരിതം ഇതായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഒരു കാര്യമുണ്ട്, അപ്പം നിങ്ങൾക്ക് ചോദിക്കാം എന്തായിരിക്കും ടോപ്പിന്റെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. ടോപ്പിന്റെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. അപ്പം ഓരോന്നായിട്ട് ഇൻക്രിമെന്റ് ചെയ്യുമ്പം 0, 1, 2 അങ്ങനെ ആയിരിക്കും പോകുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി പോപ്പ് നമ്മൾ പറഞ്ഞു നേരത്തെ ഫുൾ ആയിരുന്നു. അഥവാ എം ടി ആവുന്ന ഒരു സ്പോട്ടില് നമുക്ക് പോപ്പ് ഓപ്പറേഷൻ നിർത്താൻ പറ്റത്തുള്ളൂ. ഐ മീൻ എം ടി ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും എടുത്തു കളയാൻ പറ്റത്തില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം ഡേറ്റ എന്ന് പറയുന്നത് സ്റ്റാക്ക് ഓഫ് ടോപ്പ് ആക്കുക. നമുക്ക് എന്ത് ഡേറ്റയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ടോപ്പിലായിരിക്കുമല്ലോ, ടോപ്പിന് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഡേറ്റ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ആ ടോപ്പിൽ ഇരിക്കുന്ന വാല്യൂ ഡേറ്റയിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ടോപ്പിനെ ഒന്ന് ഡിക്രിമെന്റ് ചെയ്യുക. എന്നിട്ട് ഈ റിട്ടേൺ ഡേറ്റ ചെയ്യുക. ആ റിട്ടേൺ ചെയ്യുന്ന എന്തിനാണ്, എന്ത് എലമെന്റ് ആണ് ഡിലീറ്റ് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ റിട്ടേൺ -1. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. നമ്മളപ്പം സ്റ്റാക്കിനെ പറ്റി പറഞ്ഞു. സ്റ്റാക്കിനെ നമ്മൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇൻസേർഷൻ എന്തോവാ, ഡിലീഷൻ എന്തോന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്തോന്ന് മനസ്സിലായി. ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ് സ്റ്റാക്ക് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാക്കിന്റെ ഡിസഡ്വാൻറ്റേജസിലേക്കാണ്. ഓക്കെ, അപ്പം സ്റ്റാക്കിന്റെ ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റാക്ക് മെമ്മറി ഈസ് വെരി ലിമിറ്റഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അറേ വെച്ച് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പം ഇതിന്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ ക്രിയേറ്റിംഗ് ടു മെനി ഒബ്ജക്റ്റ് ഓൺ ദ സ്റ്റാക്ക് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് സ്റ്റാക്ക് ഓവർഫ്ലോ. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ റാൻഡം ആക്സസ് ഇടയ്ക്കൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നേരത്തെ സി ഡിയുടെ തന്നെ കാര്യം പറഞ്ഞു. സി ഡി ഒന്ന് നമ്മൾ ആ ട്രൈക്കകത്തോട്ട് ഇട്ട് കഴിയുമ്പം ഇടക്കലത്തെ ഒരു സി ഡി എടുക്കണമെങ്കിൽ നമ്മൾ മുകളിലത്തെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം ഇടക്കലത്തെ എടുക്കാൻ. അല്ല നമ്മൾ ഇടയ്ക്കുന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നമുക്കിങ്ങനെ അടുത്തതിലേക്ക് പോവാം. ആപ്ലിക്കേഷൻ, സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ, അതൊരു ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ അറിയാമല്ലോ, ഇൻഫിക്സിനെ പോസ്റ്റ്ഫിക്സിലേക്ക് അല്ലെങ്കിൽ പ്രീഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഇതിന്റെ അൽഗോറിതം നമുക്ക് പഠിക്കാനുണ്ട്. അതിലേക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് വരുമ്പോഴത്തേക്കും കിടക്കാം. പിന്നെ അൺഡു റീഡു ഫങ്ഷൻസ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രൗസറിൽ കയറിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ വേർഡിലാണെങ്കിൽ തന്നെ അൺഡു റീഡു ഒക്കെ ചെയ്യുന്നത് സ്റ്റാക്ക് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഫോർവേഡും ബാക്ക്വേർഡും ഒക്കെ വെബ് ബ്രൗസറിൽ. പിന്നെ സ്ട്രിംഗ് റിവേഴ്സൽ ഇത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാക്കിനെ പറ്റി കണ്ടു. സ്റ്റാക്ക് നമ്മൾ എന്ത് ഡേറ്റ സ്ട്രക്ചർ വെച്ചാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്? അറേ ഡേറ്റ സ്ട്രക്ചർ വെച്ചിട്ട് സ്റ്റാക്കിനെ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അറേയുടെ പ്രോബ്ലംസിനെ എല്ലാം അത് മീറ്റ് ചെയ്യും. പിന്നെ സ്റ്റാക്കിന് അഡ്വാൻറ്റേജസ് പറഞ്ഞു, സ്റ്റാക്കിന് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ പഠിച്ചത്. അപ്പം താങ്ക് യു ഫോർ ലിസണിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.